യാത്ര ചെയ്യുമ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി യാത്ര ചെയ്യണം. ലോകത്തിന്റെ വിശാലമായ സമുദ്രങ്ങളിൽ, ചതുപ്പുകളിൽ, മഴക്കാടുകളിലെ അരുവികളിൽ, നദികളിൽ, കണ്ടൽക്കാടുകളിൽ പറന്നു നടന്ന് ചൂണ്ടയിടണം. അത്രയും പ്രണയാതുരമായൊരു ഹോബി വേറെയില്ല. ലോകം ചുറ്റി സഞ്ചരിച്ച് ചൂണ്ടയിടാനുള്ള 10 ലക്ഷ്യസ്ഥാനങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. പ്രകൃതി അറിഞ്ഞ് ധ്യാനനിമഗ്നനായി ചൂണ്ടയിട്ട് സ്വയം നഷ്ടപ്പെടാൻ സാധിക്കുന്ന ഗെയിം ഫിഷിങ്ങിന്റെ 10 പറുദീസകൾ. ഗ്രേറ്റ് ബാരിയർ റീഫ്, ഓസ്ട്രേലിയ. വർണ്ണമീനുകളെ കാണാനും ചൂണ്ടയിട്ട് പിടിക്കാനും ഗ്രേറ്റ് ബാരിയർ റീഫ് കഴിഞ്ഞിട്ടേ ലോകത്തിൽ മറ്റ് ഡെസ്റ്റിനേഷനുകളുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് സമൂഹം. ഓരോ തുള്ളി വെള്ളത്തിലും ജൈവ വൈവിധ്യമുണ്ട് ഈ കടലിൽ. ഓസ്ട്രേലിയയിൽ നോർത്ത് ക്യൂൻസ്ലൻഡിലെ പോർട്ട് ഡഗ്ലസിൽ നിന്നും ഒരു ചെറിയ യന്ത്രബോട്ട് വാടകയ്ക്കെടുക്കുക. ചൂണ്ടകളും ആവശ്യത്തിന് ബിയറും വേണം. ഗൈഡിന് വേണമെങ്കിലും ഇവിടെ വാടകയ്ക്ക് ലഭിക്കും. പ്രഭാതത്തിൽ പുറപ്പെടുക. നിങ്ങൾ കടന്നുപോകുന്ന സമുദ്രപ്രദേശം പവിഴപ്പുറ്റുകൾ കൊണ്ട് തീർത്ത മായാലോകമാണ്. തീരത്തുനിന്ന് 2 കിലോമീറ്റർ പവിഴപ്പുറ്റ് സമൂഹത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നീലയും കറുപ്പും നിറങ്ങളുള്ള മാർലിൻ മത്സ്യങ്ങൾ വെള്ളത്തിന്റെ തെളിമ കീറിമുറിച്ചു പോകുന്നത് കാണാം. ഊർജ്ജസ്വലരായ സെയിൽഫിഷുകൾ ബോട്ടിന് കുറുകെ കുതിച്ചു ചാടി പറക്കും. വർണ്ണാഭമായ കോറൽ ട്രൗട്ടുകളും ട്രവാലിയും മണിക്കൂറുകളോളം ഇവിടെ ചൂണ്ടയിടുക. ഗ്രേറ്റ് ബാരിയർ റീഫിന്റെ ആകർഷണം പ്രകൃതി സൗന്ദര്യത്തിന്റെയും സ്പോർട്സ് ഫിഷിംഗിന്റെയും സന്തുലിതാവസ്ഥയാണ്. ജലോപരിതലത്തിനടിയിൽ ഇത് പവിഴത്തോപ്പുകളുടെയും തെളിഞ്ഞ വെള്ളത്തിന്റെയും സമ്പന്നമായ ഒരു ചിത്രം വരയ്ക്കും. സൂര്യൻ റീഫിന് മുകളിൽ അസ്തമിക്കുമ്പോൾ ചൂണ്ട ബോട്ടിൽ വെച്ച് പവിഴപ്പുറ്റുകൾക്കിടയിലേക്ക് സ്കൂബ ഡൈവിംഗ് നടത്തുക. ഇക്വഡോറിലെ ഗാലപ്പഗോസ് ഐലൻഡ്സ്. പസഫിക് സമുദ്രത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഗാലപ്പഗോസ് ദ്വീപുകൾ മനുഷ്യസ്പർശമേൽക്കാത്ത ജൈവ വൈവിധ്യത്തിന്റെ കേദാരമാണ്. ചില്ലുപോലുള്ള വെള്ളം, സാഹസികതയും പ്രശാന്തിയും ആഗ്രഹിക്കുന്ന ഗെയിം ഫിഷിംഗ് പ്രേമികളുടെ ഒരു പറുദീസയാണിത്. ആൾവലിപ്പമുള്ള മാർലിൻ, സെയിൽഫിഷ്, വാഹു, ട്യൂണ, സ്നാപ്പർ എന്നിവ ഗാലപ്പഗോസ് തീരങ്ങളിൽ സമൃദ്ധമായുണ്ട്. കന്യാവനങ്ങളോട് ചേർന്നുള്ള കടലിൽ ധ്യാനിച്ചിരുന്ന് ചൂണ്ടയിടാം. സാൻ ക്രിസ്റ്റോബാളിൽ നിന്ന് ബോട്ടും ഡ്രൈവറും ഗൈഡും ചൂണ്ടയും വാടകയ്ക്ക് ലഭിക്കും.
അല്പം ടെക്വില കൂടെ കരുതണം. മൂടൽമഞ്ഞ് കുന്നിറങ്ങുന്ന പ്രഭാതത്തിൽ പുറപ്പെടാം. ലൈൻ വെള്ളത്തിൽ മുങ്ങുന്ന നിമിഷം ഗാലപ്പഗോസ് നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചെടുക്കും. ഇവിടെയുള്ള ബ്ലൂ മാർലിൻസ് ഈ ദ്വീപ് സമൂഹത്തെ പോലെ തന്നെ ഗംഭീരമാണ്. സൂത്രക്കാരും മഞ്ഞച്ചിറകുള്ള ട്യൂണുകൾ ശക്തരും പ്രവചനാതീതരുമാണ്. വാഹുവിന്റെ മിന്നൽ വേഗത്തിലുള്ള ജലപ്രഹരങ്ങൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടും. ഗാലപ്പഗോസിന്റെ സൗന്ദര്യം അതുല്യമാണ്. സമയം നിശ്ചലമാകുന്ന ഒരിടം. മനുഷ്യരില്ലാത്ത ലാവാദ്വീപുകളുടെയും സ്ഫടികം പോലുള്ള തെളിഞ്ഞ ജലത്തിന്റെയും അതിമനോഹരമായ ഭൂപ്രകൃതി ഗെയിം ഫിഷിംഗ് സാഹസികതയ്ക്ക് പശ്ചാത്തലമൊരുക്കുന്നു. ഇതൊരു മീൻപിടുത്ത യാത്ര മാത്രമല്ല, ജീവിക്കുന്ന ശ്വസിക്കുന്ന ഒരാവാസ വ്യവസ്ഥയിലേക്കുള്ള ആഴത്തിലുള്ള ഒരു അനുഭവമാണ്. മൂന്ന്, ഹവായിയിലെ കോന. ഹവായിയിലെ കോനയിൽ മനുഷ്യരും മത്സ്യവും ഒരുമിച്ച് ചേർന്ന് നൃത്തം ചെയ്യുന്ന കടൽ തീരങ്ങളിൽ പോയി ചൂണ്ടയിടണം. പസഫിക്കിലെ ചെറു ചൂടുള്ള വെള്ളത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലൂ മാർലിനുകളെ പിടിക്കാം. കോനയുടെ ആഴത്തിലുള്ള നീരൊഴുക്കുകൾ ഹിമാകാരങ്ങളായ മത്സ്യക്കൂട്ടങ്ങളെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്നു. മാർലിനുകളെ കൂടാതെ ചുറുചുറുക്കുള്ള സ്ട്രൈപ്ഡ് മാർലിൻ, തീവ്രമായ ഊർജ്ജസ്വലതയുള്ള യെല്ലോഫിൻ ട്യൂണ, വർണ്ണാഭമായ മഹിമഹി എന്നിവയെല്ലാം നിങ്ങളുടെ ചൂണ്ടയും കാത്തിരിക്കുന്നു. ഹോനക്കോക്കു ഹാർബറിൽ നിന്നാണ് യാത്ര തുടങ്ങേണ്ടത്. ബോട്ടും ചൂണ്ടയുമെല്ലാം ഇവിടെ വാടകയ്ക്ക് സുലഭം. അല്പം ഹവായിയൻ റമ്മും മുരിച്ചെടുത്ത ഇറച്ചിയും കൂടി കരുതുക. പുറപ്പെടാം. As the chemicals they take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. Running wild. കോന ഒരു ഫിഷിംഗ് കേന്ദ്രം മാത്രമല്ല,
സമുദ്രത്തിന്റെ വന്യ മനസ്സിന്റെ ഹൃദയത്തിലേക്കുള്ളൊരു യാത്രയാണ്. കോനയുടെ അഗ്നിപർവ്വതജന്യമായ ഭൂപ്രകൃതിയിൽ ഉഷ്ണമേഖലാ പ്രവാഹങ്ങൾ ചുറ്റപ്പെട്ട് കൊടും കാടുകൾ, കടലിനോട് ചേരുന്നിടത്ത് മീൻപിടുത്തം നിങ്ങളെ ഒരു സന്യാസിയാക്കി മാറ്റും. സൂര്യൻ ചക്രവാളത്തിൽ അസ്തമിക്കുമ്പോൾ ആകാശം വർണ്ണങ്ങളുടെ ഒരു ക്യാൻവാസായി മാറും. പസഫിക് സമുദ്രം അതിന്റെ ഭാവതീവ്രത പ്രദർശിപ്പിക്കും. Laugh so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light. Pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. The moonlights. 4. തെക്കൻ പസഫിക്കിലെ വനവാറ്റു. സിവിലൈസേഷന്റെ വളരെ അകലെ ദക്ഷിണ പസഫിക്കിന്റെ വിദൂരത്തിൽ ഗെയിം ഫിഷിംഗിന്റെ മറഞ്ഞിരിക്കുന്ന രത്നമായ വനവാറ്റുണ്ട്. വനവാറ്റുവിന്റെ കടലിലെ സ്ഫടികം പോലെ തെളിഞ്ഞ കൊബാൾട്ട് നീല നിറത്തിലുള്ള ജലം സാഹസികതയും ഏകാന്തതയും തേടുന്ന ഗെയിം ഫിഷർമാർക്കുള്ള ക്ഷണമാണ്. പോർട്ട് വില്ലയിൽ നിന്ന് ഒരു ബോട്ട് ദിവസവാടകയ്ക്കെടുത്ത് ആഹാരവും വെള്ളവുമായി പുറപ്പെടാം. Step 2, get some good, some food in you. Step 3, think real hard about what you want to be. Step 4, everybody just do your thing. Wake up, today's gonna be a good day. 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 Yo, set your affirmations, aspirations. I got shit to do, the aftermath of preparation. Good food, good mood, blood in circulation. One step at a time, yeah, that's how you make it. Set a goal you control and the steps you take them. I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it. ലോകത്തിലെ ഏറ്റവും മികച്ചതും ഉൽപാദനക്ഷമവുമായ മത്സ്യബന്ധന മേഖലകളിൽ ചിലത് വനവാറ്റുവിലാണ്. മീനുകൾ ധാരാളം, അതുപോലെ ബീച്ച് ലൈഫും. മലിനീകരണം വളരെ കുറവ്, സ്വകാര്യത കൂടുതലും. മനോഹരമായ ഭൂപ്രകൃതി, പുൽമേടുകളുള്ള മഴക്കാടുകൾ, മനോഹരമായ ബീച്ചുകൾ, ഊർജ്ജസ്വലമായ പവിഴപ്പുറ്റുകൾ. നിങ്ങളുടെ ട്രോഫി വലിച്ചെടുക്കുമ്പോൾ, തെക്കേ പസഫിക്കിലെ ഇളം കാറ്റ് നിങ്ങളുടെ മുഖത്ത് തഴുകുമ്പോൾ, ഭൂമിയിലെ ഏറ്റവും ഏകാന്ത സുന്ദരമായ ഗെയിം ഫിഷിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായി വനവാറ്റുവിനെ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. Wake up, today's gonna be a good day. 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 So life ain't easy, yo. I think there's a reason, though. Ups and downs, just like every different season, yo. Sometimes I'm high, other times I'm barely breathing, though. I always gotta fight and hide from the demons, yo. Negative thoughts are poison, they rot. Head full of flies, so here come the clouds. They'll never stop unless I can swap all the bad for the good in my head when I'm lost. Yeah, so I'ma fake it till I make it. Positive thoughts are overtaken, I got patience. One day at a time is how you operate a cadence. A flow, you grow, you show yourself a foundation. Stay away from all the shit that causes temptation. I know that I like to do it cause of sensation. I live my life in my head like a narration. Don't expect greatness, do my best, man, I'll take it. Wake up. 5. മെക്സിക്കോയിലെ ബായ കാലിഫോർണിയ. ബായ കാലിഫോർണിയ സാഹസികരുടെ ലോകമാണ്. ഇവിടെ മരുഭൂമി കടലുമായി കൂടിച്ചേരുന്ന പരുക്കൻ സൗന്ദര്യം തലമുറകളായി ഗെയിം ഫിഷർമാരെ ആകർഷിക്കുന്നു. ഈ പ്രദേശത്തെ ചൂടുള്ളതും പോഷക സമൃദ്ധവുമായ ജലം വിവിധതരം മത്സ്യങ്ങളെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്നു. വൈവിധ്യമാർന്ന ഗെയിം ഫിഷിംഗ് അനുഭവം തേടുന്നവർക്ക് ഇതൊരു സ്വപ്നതുല്യമായ ലക്ഷ്യസ്ഥാനമാകും. കാബോ സാൻ ലൂക്കാസിൽ നിന്നാണ് ബോട്ട് വാടകയ്ക്ക് എടുക്കേണ്ടത്. നല്ല ഒന്നാന്തരം മെക്സിക്കൻ റമ്മും ചുട്ടെടുത്ത മീനും കപ്പയും കരുതണം. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. Yo, set
got your affirmations, aspirations. I got shit to do, the aftermath of preparation. Good food, good mood, blood in circulation. One step at a time, yeah, that's how you make it. Set a goal you control and the steps you take them. I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it replication. Wake up, today's gonna be a good day. 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 So life ain't easy, yo. I think there's a reason. ബായയുടെ ചൂടുള്ള വെള്ളം നീലയും വരേറ്റതുമായ മാർലിനുകളുടെ ഒരു കളിസ്ഥലമാണ്. സെയിൽ ഫിഷുകൾ ഡോർസൽ ഫിൻ കൊണ്ട് ജലോപരിതലം അലങ്കരിക്കുന്നു. ഡോറോഡോയും യെല്ലോഫിൻ ട്യൂണയും സുലഭം. ആ കടൽ തീരം ഒരനുഭവമാണ്. മരുഭൂമിയിലെ പർവ്വതങ്ങൾ കടലുമായി കണ്ടുമുട്ടുന്നു. മുകളിൽ അനന്തമായ നീലാകാശം, താഴെ നീല സമുദ്രം. അവിടെ ഓരോ ചൂണ്ടേറിയലും ഒരു വലിയ സാഹസിക യാത്രയിലെ പുതിയ അധ്യായത്തിന്റെ തുടക്കം പോലെ തോന്നും. പോർച്ചുഗലിലെ സോറസ്. പോർട്ട് ഓഫ് ഹോർട്ടയിൽ നിന്ന് ഒരു ബോട്ടും ഗൈഡിനെയും സംഘടിപ്പിക്കുക. ചൂണ്ടയുമായി പുറപ്പെടുക. അറ്റ്ലാന്റിക്കിന്റെ ഹൃദയഭാഗത്ത് സമുദ്രം കടും നീലയും വെള്ളിനിറവും ചാർത്തുന്ന ആഴങ്ങളിലാണ് പോർച്ചുഗലിന്റെ അഗ്നിപർവ്വത ദ്വീപുകളായ സോറസ്. ചക്രവാളം അനന്തമായി പരന്നു കിടക്കുന്നു. അതിനിടയിൽ ഭീമന്മാരായ മീനുകൾ പൊളിക്കുന്നു. ഭൂമിയിലെ ഗെയിം ഫിഷിങ്ങിനായുള്ള ഏറ്റവും പോപ്പുലറായ ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നാണ് അസോറസ്. ഓരോ വേനൽക്കാലത്തും ചൂടുള്ള ഗൾഫ് സ്ട്രീം നീരൊഴുക്ക് ദ്വീപുകളെ കടന്നു പോകുമ്പോൾ ഈ മനോഹരമായ ജീവികൾ കൂട്ടമായി ജലോപരിതലത്തിലെത്തും. 500 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ഒരു മാർലിനുമായി പോരാടാനുള്ള അവസരത്തിനായി ലോകത്തിലെ എല്ലാ കോണിൽ നിന്നുമുള്ള ഗെയിം ഫിഷിംഗ് പ്രേമികൾ ഇവിടെ എത്തുന്നു. ഫയാൽ, പിക്കോ, സാവോ ജോർജ് എന്നീ ദ്വീപുകൾക്കിടയിലെ ആഴമേറിയ ചാനലുകൾ അവിശ്വസനീയമായ വേഗതയ്ക്കും ശക്തിക്കും പേരുകെട്ട ബിഗ് ഐ ട്യൂണ കൊണ്ട് സജീവമാണ്. അറ്റ്ലാന്റിക്കിലെ ശാന്തമായ രാത്രിയിൽ ഇരുട്ടിൽ നിന്ന് സോട്ട് ഫിഷുകൾ ഉയർന്നു വരും. നിലാവെളിച്ചത്തിൽ അവ വെള്ളി പോലെ തിളങ്ങും. അസോറസിന്റെ സൗന്ദര്യം മീൻപിടുത്തത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് കടലിന്റെ താളമാണ്. പ്രഭാതത്തിലെ മൂടൽമഞ്ഞിലൂടെ മത്സ്യബന്ധന ബോട്ടുകൾ ഒഴുകി നടക്കുന്നു. കാറ്റിൽ ലയിക്കുന്ന ഉപ്പിന്റെ മണം.
7 നോർവീജിയൻ തീരങ്ങൾ. മഞ്ഞുമൂടിയ ഫയോഡുകളിലേക്ക് സൂര്യന്റെ സ്വർണ്ണ വെളിച്ചം പതിയുന്ന തീരങ്ങൾ. ഇത് ഹിമാനികളും തിരമാലകളും ചേർന്ന് കൊത്തിയുണ്ടാക്കിയ നാടാണ്. ഫിൻമാർക്കിൽ നിന്ന് ബോട്ടും ചൂണ്ടയും ആവശ്യത്തിന് ജിന്നും ചെറുനാരങ്ങയുമായി യാത്ര തുടങ്ങണം. നോർവീജിയൻ കടലുകൾ വലിയ അറ്റ്ലാന്റിക് കോഡ് മത്സ്യങ്ങളുടെ ആസ്ഥാനമാണ്. വൈക്കിംഗ് കഥകളിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ശക്തരായ മത്സ്യങ്ങളാണിവ. 200 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള കൂറ്റൻ ഹാലിബട്ടും നീലക്കടലിൽ തിളങ്ങുന്ന കൂട്ടങ്ങളായി നീങ്ങുന്ന കോൾഫിഷും നീന്തുന്നു. വേനൽക്കാലത്ത് നദികൾ അറ്റ്ലാന്റിക് സാൽമണിനെ കൊണ്ട് നിറയും. അവയുടെ വെള്ളി നിറമുള്ള ചെതുമ്പലുകൾ ഇരുണ്ട കാടിനെ വെളിച്ചത്തിൽ കുളിപ്പിക്കും. ലോഫോട്ടൻ ദ്വീപുകളിൽ മത്സ്യബന്ധനം ഒരു വിനോദം മാത്രമല്ല, അത് അവരുടെ ആത്മാവിന്റെ ഭാഗമാണ്. ഉത്തരധ്രുവ ദീപ്തിയുടെയും കടലിന്റെ അജ്ഞാതമായ മന്ത്രിക്കലുകളുടെയും അകമ്പടിയോടെയാണ് അവിടുത്തെ ചൂണ്ടയിടൽ വിനോദം. ന്യൂസിലാൻഡിലെ ബേ ഓഫ് ഐലൻഡ്സും വാക്കാട്ടേനിയും. ന്യൂസിലാൻഡിന്റെ വടക്കൻ ദ്വീപ് വന്യവും ജീവന്റെ തുടിപ്പുള്ളതുമാണ്. സ്പോർട്സ് ഫിഷിംഗിന്റെ ലോകത്ത് ബേ ഓഫ് ഐലൻഡ്സും വാക്കാട്ടേനിയും എവർഗ്രീനായി നിൽക്കുന്നു. യെല്ലോ ടെയിൽ കിങ് ഫിഷിന്റെ സാമ്രാജ്യം. Hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, or the highway. And in the driveway is a nice range. 'Cause I grind through the climb, I invite pain. റസൽ വാർഫിൽ നിന്ന് ബോട്ടും ചൂണ്ടയും പ്രൊവിഷനും വാടകയ്ക്ക് ലഭിക്കും. പ്രഭാതത്തിലെ പുറപ്പെടണം. ഇവിടെ പവിഴക്കടലിൽ നിന്നുള്ള ചൂടുള്ള നീരൊഴുക്കുകൾ തണുത്ത പസഫിക്കിന്റെ ആഴങ്ങളുമായി ലയിച്ച് മത്സ്യങ്ങൾ വർഷം മുഴുവൻ തഴച്ചു വളരുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് സൃഷ്ടിക്കുന്നു. സ്നാപ്പർ മത്സ്യങ്ങൾ പാറക്കെട്ടുകളുള്ള തടങ്ങളിൽ ഒത്തുകൂടുന്നു. മാർലിനുകൾ തീരത്തിന് പുറത്തുള്ള ആഴമേറിയ താഴ്വരകളിൽ പതിയിരിക്കുന്നു. Slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 go. You gotta
വാക്കാറ്റനിയിൽ പച്ച മലഞ്ചെരിവുകൾ, ടർക്കോയിസ് ബേകൾ, ഉപ്പിന്റെയും പൈൻമരത്തിന്റെയും സുഗന്ധം എന്നിവ നിറയും. ഗെയിം ഫിഷിംഗ് ബോട്ട് നിശബ്ദമായി ഒഴുകുമ്പോൾ, അനന്തമായ നീലയാൽ ചുറ്റപ്പെടുമ്പോൾ, ഒരു മാർലിൻ ഗംഭീരമായി ഉപരിതലത്തിൽ വന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ പ്രകൃതിയുടെ വന്യത നിങ്ങൾ അനുഭവിക്കും. 9. അമേരിക്കയിൽ ഫ്ലോറിഡ കീസ്. സൂര്യരശ്മി ടർക്കോയിസ് നിറത്തിൽ നൃത്തം ചെയ്യുന്ന, അറ്റ്ലാന്റിക്കിനും മെക്സിക്കോ ഉൾക്കടലിനുമിടയിൽ നീണ്ടുകിടക്കുന്ന ഒരു പവിഴച്ചങ്ങലയായ ഫ്ലോറിഡ കീസ് ഏതൊരു ഗെയിം ഫിഷറുടെയും പറുദീസയാണ്. ഇസ്ലാമൊറാഡയിൽ നിന്ന് ബോട്ടും ചൂണ്ടയും ആവശ്യത്തിന് ബിയറുമായി സൂര്യന് ചൂട് കൂടും മുമ്പേ തിരിക്കണം. Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time, I'd tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like, and find your limits, don't be rigid, always work towards a prime. Surround yourself with open minds, people can change your life. A few friends with intent can help. കീ വെസ്റ്റിന് മറുപുറമുള്ള ആഴത്തിലുള്ള നീലക്കടലിൽ സെയിൽഫിഷുകളും മാലിന്യങ്ങളും ഒളിച്ചിരിക്കുന്നു. തീരത്തോടടുത്ത് പരന്ന പ്രദേശങ്ങളിൽ ടാർപോൺ, ബോൺഫിഷ്, സ്നൂക്ക് എന്നിവയുടെ സമൃദ്ധിയുണ്ട്. ഇത്രയധികം സ്പീഷീസുകൾ ഇത്രയധികം വൈവിധ്യത്തിലും അളവിലും സഹവർത്തിക്കുന്ന മറ്റൊരു സ്ഥലം ഭൂമിയിലില്ല. സന്ധ്യയാകുമ്പോൾ സ്വർണ്ണ വെളിച്ചം കണ്ടൽക്കാടുകളിലും പവിഴപ്പുറ്റുകളിലും പടരും. ഫ്ലോറിഡ കീസ് സ്വപ്നങ്ങൾ കടലുമായി കണ്ടുമുട്ടുന്ന ഇടമാണ്. ചൂണ്ടയിട്ട് നിന്ന് ചാന്ദ്രപ്രകാശത്തിൽ ടാർപോണിന്റെ വെള്ളിത്തിളക്കം തേടാം. ഇസ്ലാമൊറാഡയിൽ നിന്ന് സൂര്യോദയം കാണാം. Rise up while you drown. They wanna fill your head with doubt. They're silently scared that you'll figure it out. I'll make it look like I'm losing. Won't bother hiding my bruises. And when they finally think you're wounded, then it's your chance to be ruthless. തെക്കൻ അറ്റ്ലാന്റിക്കിലെ അസെൻഷൻ ദ്വീപ്. തെക്കൻ അറ്റ്ലാന്റിക്കിന്റെ ഹൃദയഭാഗത്ത് ആഫ്രിക്കയ്ക്കും ബ്രസീലിനും മധ്യേ കൂട്ടം തെറ്റി നിൽക്കുന്ന ഒരു ഡയമണ്ട് ദ്വീപാണ് അസെൻഷൻ. ഇത് സമുദ്രത്തിലെ ഏറ്റവും ശക്തമായ പെലാജിക് സ്പീഷീസുകളുടെ വീടാണ്. ജോർജ് ടൗൺ ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ബോട്ടും ചൂണ്ടയും കൈപ്പരീത്തയും ആവശ്യത്തിനുള്ളത് ഇവിടെ കിട്ടും. I make some progress, I can see that they compare. I think everyone's against me, maybe something in the air. Am I paranoid? I swear a void is forming and they're scared. I walk a straight path, not many can say that. I like to play fast, cross me and there's payback. You better pray that I don't see your face at any place that I go. I know you hate that. I've been doing fine, I'm not wasting any more time. I live for the fight and the climb. I think that the pain that's deep inside is what defines. So I won't give up, I'm gonna make it to the top. I don't care what's in my way, I swear I'm never gonna stop. I could fall flat on my face and I swear I will get back up. Cause I don't deserve a thing and the road ahead is tough. They'll try to kick you while you're down. ഇവിടെ യെല്ലോഫിൻ ട്യൂണ സ്വർണ്ണ ടോർപിഡോകൾ പോലെ ആഴത്തിൽ കുതിക്കുന്നു. വാഹു സൂര്യന് താഴെ ഇലക്ട്രിക് നീലയായി മിന്നിമറയും. സൂര്യൻ അസ്തമിക്കുമ്പോൾ ദ്വീപ് ലാവാ നിറത്തിൽ തിളങ്ങും. ചക്രവാളം അനന്തമായ നീലയിലേക്ക് മങ്ങുന്നു. തിരമാലകളുടെ ശബ്ദം മാത്രമാണ് നിങ്ങളുടെ കൂട്ടുകാരൻ. അപ്പോൾ ഒരുങ്ങിക്കോളൂ ഇതിലേതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക്. മനസ്സും ശരീരവും പുതിയതാക്കാൻ, ചിലതെല്ലാം മറന്ന് സ്വയം നവീകരിക്കാൻ. ഓരോ യാത്രയിലും നിറയെ മീനുകൾ കിട്ടട്ടെ. നന്ദി.